മാതുർമേ മതുകൈടപത്നേ महिषप्राणापहारोऽध्यमे हेलां निर्मितधूम्रलोचनपतेः चण्डमुण्डार्धने निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भावहे शुम्भध्वंसिनि संहराशु दुरिदं दुर्गे നമസ്തേംബികേ ദേവീ ശരണം. അങ്ങനെ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ ഷഷ്ഠാധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൃത്രനെ വധിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സദാസമയവും ഉള്ളിൽ ഈ ദുഷ്ടവിചാരവും മുഖത്ത് അവനുമായിട്ടുള്ള ആ മിത്രഭാവവും പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ഇന്ദ്രൻ ഇപ്പോൾ അതിനുള്ള ഒരു തക്ക സമയം കിട്ടി എന്ന് കണ്ടപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സഹായം സ്വീകരിച്ചു. ഇതാ സമുദ്രത്തിൽ പർവ്വത ആകാരത്തിൽ പൊന്തി നിൽക്കുന്നതായിട്ടുള്ള നുരയെ കണ്ടു. അപ്പോഴാണ് ഇന്ദ്രന് അവൻ നേടിയ വരത്തിനെക്കുറിച്ചും മറ്റും ഓർമ്മ വന്നത്. നായം ശുഷ്കോ നചാർദ്രോയം നജ ശസ്ത്രമിതം തഥാ അഭാംഭേനം തഥാ ശക്രോ ജഗ്രാഹ കില ലീലയാ. ഈ നുര എന്നുള്ളത് ഉണങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല, നനവുള്ളതാണോ എന്ന് ചോദിച്ചാൽ നനവുള്ളതല്ല. ഇതൊരു ആയുധമാണോ എന്ന് ചോദിച്ചാൽ ആയുധമല്ല. ഇന്ദ്രൻ വെള്ളത്തിൽ കണ്ട നുരയെ തൻ്റെ കയ്യിലെടുത്തു എന്നാണ് പറയണത്. പരാം ശക്തിം ച സസ്മാര ഭക്ത്യാ പരമയായുത സ്മൃതമാത്ര തഥാ ദേവി സ്വാം ശംഭേനേന്യധാപയൽ. പരമഭക്തിയോടുകൂടി നുരയെ കയ്യിലെടുത്ത് പരാശക്തിയെ സ്മരിച്ചു. സ്മരിച്ച മാത്രയിൽ തന്നെ ദേവി സ്വശക്തി അംശം ആ നുരയിൽ ചേർത്തു. മഹാവിഷ്ണു ഹരി ഒളിച്ചിരുന്ന വജ്രായുധത്തെ ഫേനം കൊണ്ടു മൂടി എന്നാണ് പറയണത്. നുര കൊണ്ടു മൂടി അത് വൃത്രന്റെ നേർക്ക് പ്രയോഗിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പ. സഹസാ നിപപാദാശു വജ്രാഹത ഇവാചല വാസവസ്തു പ്രഹൃഷ്ടാത്മാ ബഭൂവ നിഹതേ തഥാ. വജ്രായുധമേറ്റ് വീണ പർവ്വതം പോലെ അവൻ ഉടൻ താഴേക്ക് വീണു. വൃത്രാസുരൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ട് ശക്രന് സന്തോഷമായി എന്ന് പറയുകയാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ തേജസ് അടങ്ങിയതായിട്ടുള്ള വജ്രായുധം കൊണ്ട് ആ വജ്രായുധത്തിനെ ഉണങ്ങിയതും ഉണങ്ങിയതല്ലാത്തതുമായിട്ടുള്ള നുരകളെ കൊണ്ട് മൂടി അതിൽ ദേവിയുടെ ശക്തിയെ വെച്ചുകൊണ്ട് ആ വജ്രായുധം കൊണ്ട് സമുദ്രതീരത്ത് കാറ്റാടാനായിട്ട് സുഖമായിട്ട് ഇരുന്നിരുന്ന ആ വൃത്രന്റെ തല ചതിക്ക് ത്രിസന്ധ്യാസമയത്ത് ഇന്ദ്രൻ വെട്ടി എന്നാണ് പറയണത്. അതോടുകൂടി വൃത്രൻ വധിക്കപ്പെട്ടു. മുനിമാര് ദേവേന്ദ്രനെ സ്തുതിച്ചു. ശത്രുവായിട്ടുള്ള വൃത്രൻ കൊല്ലപ്പെട്ടതുകൊണ്ട് ദേവന്മാരോടൊപ്പം ദേവേന്ദ്രനും സന്തോഷിച്ചു. ആരുടെ പ്രസാദത്താലാണോ ഈ വൃത്രൻ കൊല്ലപ്പെട്ടത് ആ ദേവിയെ അവരെല്ലാവരും ദേവന്മാരെല്ലാവരും കൂടി യഥാവിധി പൂജിച്ചു. നാനാതരം സ്തോത്രങ്ങളും സ്തുതികളും ചൊല്ലിക്കൊണ്ട് ആ ദേവിയെ പ്രസന്നയാക്കി. ദേവ ഉദ്യാനത്തിൽ ദേവേന്ദ്രൻ ഒരു ദേവീക്ഷേത്രം നിർമ്മിച്ചു. പത്മരാഗം കൊണ്ട് ദേവീ വിഗ്രഹം നിർമ്മിച്ച് അവിടെ അദ്ദേഹം ആ ദേവിയെ
ആ ഉദ്യാനത്തിൽ പ്രതിഷ്ഠിച്ചു. സകല ദേവന്മാരും 3 നേരവും മുടങ്ങാതെ ദേവീപൂജ നടത്തി. അന്നു മുതൽ ദേവന്മാരുടെ കുലദേവതയായി മാറി ശ്രീദേവി എന്ന് പറയാണ്. ത്രിഭുവന ശ്രേഷ്ഠനായിട്ടുള്ള വിഷ്ണുവിനെയും ദേവേന്ദ്രൻ പൂജിച്ചു. മഹാപരാക്രമിയും ദേവന്മാർക്കൊക്കെ ഭയം ജനിപ്പിച്ചതുമായിട്ടുള്ള ആ വൃത്രൻ കൊല്ലപ്പെട്ടപ്പോഴ് ശുഭസൂചകമായിട്ടുള്ള കാറ്റ് ആഞ്ഞു വീശി. ദേവതകന്മാരൊക്കെ സന്തോഷിച്ചു. അവൻ കൊല്ലപ്പെട്ടത് കൊണ്ട് ഗന്ധർവന്മാര്, യക്ഷന്മാര്, രാക്ഷസന്മാര്, കിന്നരന്മാര് എല്ലാവർക്കും സന്തോഷമുണ്ടായി. ഇങ്ങനെ പരാശക്തി പ്രവേശിച്ചതിനാൽ ശക്തി കൈവന്ന നുരകൊണ്ട് ദേവി അവനെ മോഹിപ്പിച്ചതുകൊണ്ട് ശക്രന് അവനെ വേഗം വധിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ദേവി വൃത്രനെ കൊന്നവൾ എന്ന് ലോകത്തെങ്ങും കീർത്തിക്കപ്പെടുന്നു. ഇന്ദ്രൻ കൊന്നതുകൊണ്ട് അങ്ങനെയും പറഞ്ഞു വരുന്നു. മഹാവിഷ്ണുവിൻ്റെ തേജസ് വജ്രായത്തിലുള്ളത് കൊണ്ട് അങ്ങനെയും പറഞ്ഞു വരുന്നു. അങ്ങനെ ആ വൃത്രാസുരനെ വധിച്ചത് ഇവർ 3 പേരും ഒരുമിച്ച് കൂടിയ ആ ശക്തി കൊണ്ടാണ് എന്ന് പറയുകയാണ്. ദേവി അവനെ മോഹിപ്പിച്ചു. ആ ദേവിയുടെ മായാശക്തി അവിടെ പ്രായോഗികമായി. വജ്രായുധത്തിൽ ആ ശക്തിയായിക്കൊണ്ട് മഹാവിഷ്ണു പ്രവേശിച്ചു. അതിനെ ഇന്ദ്രൻ പ്രയോഗിച്ചു. അങ്ങനെ ദേവേന്ദ്രനാൽ, മഹാവിഷ്ണുവാൽ, ദേവിയാൽ ഈ 3 പേരുടെയും ശക്തിയാൽ അതിഭയങ്കരനായിട്ടുള്ള ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വൃത്രാസുരൻ വധിക്കപ്പെട്ടു എന്നിവിടെ പറയുകയാണ് കഥ. ഭാഗവത പുരാണങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ കഥയെ ഇവിടെ ദേവി ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കഥ കേൾക്കുന്ന സമയത്ത് ആ പുരാണത്തിൽ പറഞ്ഞതാണല്ലോ പറയേണ്ടതും കേൾക്കേണ്ടതും. മാത്രമല്ല പുരാണ ശ്രവണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മഹാത്മാക്കൾ പറയണത് ഏതൊരു പുരാണമാണോ നമ്മൾ ശ്രവിക്കുന്നത് ആ പുരാണത്തിൽ നമുക്ക് ശ്രദ്ധാഭക്തി ഉണ്ടാവണം, വിശ്വാസമുണ്ടാവണം എന്നാണ്. മറ്റൊരു പുരാണത്തിനെ ആ സമയത്തിൽ ഓർത്ത് അതിൽ അങ്ങനെയാണല്ലോ ഇതിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. ആ ചിന്തയോടുകൂടിയാണ് നമ്മൾ ശ്രവിക്കുന്നത് എങ്കിൽ ഫലം ഉണ്ടാവില്ല. നദിയിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് മറ്റൊരു തീർത്ഥസ്ഥാനത്തെക്കുറിച്ച് സ്മരിക്കരുത് എന്നൊക്കെ പറയും. ആ സ്നാന നിയമങ്ങളെ, വിധികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഗംഗയിലാണ് സ്നാനം ചെയ്യുന്നത്, അല്ല കാവേരി നദിയിലാണ് സ്നാനം ചെയ്യുന്നത് എന്ന സമയത്ത് ഈ കാവേരിയേക്കാൾ പവിത്രവതിയല്ലേ ഗംഗ, അല്ലെങ്കിൽ സരസ്വതി, അല്ലെങ്കിൽ യമുന എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ആ സമയത്ത് നദികളിൽ വെച്ച് ഏറ്റവും പവിത്രം കാവേരി തന്നെയാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ദൃഢമായിട്ടുള്ള സങ്കല്പവും വിശ്വാസവും ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് കാവേരിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യമായിട്ടുള്ള നദികൾ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള ആ വിചാരത്തോടുകൂടി വേണം കാവേരിയിൽ നമ്മൾ സ്നാനം ചെയ്യാൻ. അപ്പോഴാണ് ആ തീർത്ഥസ്ഥാനത്തിൻ്റെ പുണ്യം, നമ്മളുടെ പാപങ്ങളെല്ലാം അവിടെ കഴുകിക്കളയപ്പെടുന്നുള്ളൂ. അതല്ലാതെ അവിടെ സ്നാനം ചെയ്യുമ്പോഴും മറ്റൊരു നദിക്കാണല്ലോ ഇതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ പോക്കാൻ കാവേരിക്ക് കഴിയുമോ, അല്ല എനിക്ക് വീണ്ടും ഗംഗയിൽ പോയി സ്നാനം ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കാവേരിയിൽ പോകുന്നതിനോ സ്നാനം ചെയ്യുന്നതിലോ ഫലമൊന്നും കിട്ടണില്ല. അതേമാതിരി ഒരു പുരാണം വായിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് അതാ പറയുന്നത്, പുരാണങ്ങളിൽ നമുക്ക് വിശ്വാസം ദൃഢമായിട്ടുണ്ടാവണം. കഥകൾ പറഞ്ഞു തരുന്നതായിട്ടുള്ള ഗുരു ആചാര്യനിൽ നമുക്ക് വിശ്വാസം ദൃഢമായിട്ടുണ്ടാവണം. ഏതൊരു ദേവനെ ദേവിയെ പറ്റിയാണോ ആ പുരാണം ഉദ്ഘോഷിക്കുന്നത് ആ ദേവനിൽ ദേവിയിൽ നമുക്ക് അചഞ്ചലമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. ഇത് മൂന്നും
ഉണ്ടായി. നമ്മൾ ആ പുരാണം ശ്രവിക്കുന്ന സമയത്ത്, ശ്രദ്ധാഭക്തിയോടുകൂടി ശ്രവിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാണ് പറയണത്. എന്തായാലും ഇതോടുകൂടി ഇവിടെ ഈ ഷഷ്ഠാധ്യായവും ഷഷ്ഠസ്കന്ധവും അവസാനിക്കണു. വൃത്രവധത്തോടുകൂടി ബാക്കി ഭാഗങ്ങളെ ഇനി കഥയെ തുടർന്നുകൊണ്ട് നമുക്ക് നാളെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും